ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഹന്നാസ് റെസിപ്പീസ്. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന അപ്പമാണ്. നമ്മളെല്ലാവരും തന്നെ ഉണ്ടാക്കാറുള്ളതാണ് ഈ അപ്പം. എന്നാലും ചിലപ്പോഴെങ്കിലും അത് അത്ര സോഫ്റ്റായിട്ട് കിട്ടാറില്ല. നല്ല സോഫ്റ്റായിട്ടുള്ള അപ്പം ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു 2 ഗ്ലാസ് പച്ചരിയാണ് എടുത്തിരിക്കുന്നത്. ഇതിലോട്ട് ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഇതൊരു 4-5 മണിക്കൂറെങ്കിലും ഒന്ന് കുതിർക്കാൻ വേണ്ടി വെക്കണം. നല്ല ഇനത്തിലുള്ള ഏത് പച്ചരി വേണമെങ്കിലും നമുക്ക് അപ്പം ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കാവുന്നതാണ്. ഇതിനി ഇവിടെ ഇരുന്ന് ഒന്ന് കുതിരട്ടെ. ഇതിപ്പോൾ ഞാനൊരു 5 മണിക്കൂർ കുതിർത്തിട്ടുണ്ട് ഈ പച്ചരി. ഇനി ഇത് നന്നായിട്ട് ഒരു 3-4 പ്രാവശ്യം കഴുകിയെടുക്കണം. ഇതിപ്പോൾ ഞാനിവിടെ കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട്. ആദ്യം ഈ അപ്പം ഉണ്ടാക്കാൻ വേണ്ടി ഒന്ന് കപ്പി കാച്ചിയെടുക്കണം. അതിനുവേണ്ടി ഇതിൽ നിന്ന് കുറച്ച് അരി എടുത്തിട്ട് ഈ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇതിപ്പോൾ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇതിൽ നിന്നൊരു 2 തവി മാവാണ് ഞാൻ ഈ പാത്രത്തിലോട്ട് ഒഴിച്ചിരിക്കുന്നത്. ഇതിന് കപ്പി കാച്ചാൻ വേണ്ടിയാണ്. ബാക്കി മാവ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് 2 തവി മാത്രം. ഇതിലോട്ട് ഒരു ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ചെറിയ തീയിലിട്ട് വേണം ഇതൊന്ന് കുറുക്കിയെടുക്കാൻ. കപ്പിയുടെ അളവ് തീരെ കുറഞ്ഞു പോയാലും അതുപോലെ കൂടിപ്പോയാലും അപ്പം ശരിയാകത്തില്ല. അതുകൊണ്ട് കപ്പി കാച്ചുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ കപ്പി കാച്ചിയെടുക്കുമ്പോൾ കട്ടയില്ലാതെ വേണം കാച്ചിയെടുക്കാൻ. ഇത് ചെറിയ തീയിലിട്ടിട്ട് കൈ എടുക്കാതെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇതിപ്പം കുറുകി വരുന്നുണ്ട്. ഇനി ഗ്യാസ് ഓഫാക്കിയിട്ട് ഇതൊന്ന് തണുക്കാൻ വേണ്ടി വെക്കാം. ഇത് തണുക്കുന്ന സമയത്ത് ബാക്കിയുള്ള പച്ചരിയും കൂടെ ഒന്ന് അരച്ചെടുക്കണം. ബാക്കിയുള്ള പച്ചരി ഈ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ അപ്പം ഉണ്ടാക്കാൻ വേണ്ടി ഞാനൊരു 1 ഗ്ലാസ് തേങ്ങയാണ് ഇതിലോട്ട് ചേർക്കുന്നത്. 2 ഗ്ലാസ് പച്ചരിക്ക് 1 ഗ്ലാസ് തേങ്ങ. പിന്നെ ഒരു തവി ചോറും കൂടെ ചേർക്കുന്നുണ്ട്, ഏകദേശം ഒരു 1/4 ഗ്ലാസ്. പിന്നെ ഇതിലോട്ടൊരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. പഞ്ചസാര ചേർത്ത് നമ്മൾ അപ്പം ഉണ്ടാക്കുമ്പോൾ അപ്പം നല്ലതായിട്ട് പെട്ടെന്ന് മൊരിഞ്ഞ് കിട്ടും. ഇതിൽ കൂടുതൽ പഞ്ചസാര ചേർക്കരുത്. ഇതിൽ കൂടുതൽ ചേർത്താൽ നമ്മുടെ അപ്പത്തിനും മധുരമായി പോകും. പിന്നെ ഇതിലോട്ടൊരു 1/4 ടീസ്പൂൺ ഈസ്റ്റും കൂടി ചേർക്കുന്നുണ്ട്. ഞാൻ ചേർത്തിരിക്കുന്നത് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഈസ്റ്റാണ്. ഇനി ഇതിലോട്ട് ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം. ഇപ്പം മാവ് അരച്ചെടുത്തിട്ടുണ്ട്. നേരത്തെ കപ്പി കാച്ചി വെച്ചത് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. അതിലോട്ട് മാവ് ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ചിലപ്പോൾ നമ്മൾ ഈ കപ്പി കാച്ചിയതിലോട്ട് മാവ് ഒഴിച്ച് മിക്സ് ചെയ്യുമ്പോൾ മിക്സ് ആകാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ കപ്പി കാച്ചിയത് മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചിട്ട് കുറച്ച് മാവും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്താൽ മതി മിക്സിയിൽ. ഇനി ഇതൊന്ന് പൊങ്ങാൻ വേണ്ടി വെക്കാം. ഞാനിതിപ്പോൾ ഇത് രാത്രിയിലാണ് അരച്ച് വെക്കുന്നത്. കുറഞ്ഞത് ഒരു 8 മണിക്കൂറെങ്കിലും ഈ മാവൊന്ന് പൊങ്ങാൻ വേണ്ടി വെക്കണം. ഇതിപ്പോൾ രാത്രിയിൽ അരച്ച് വെച്ച മാവ് രാവിലെ ആയപ്പോൾ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇത് കാണുമ്പോൾ തന്നെ അറിയാം. ഒരു കുറഞ്ഞത് 8 മണിക്കൂറെങ്കിലും നമ്മൾ മാവ് പൊങ്ങാൻ വേണ്ടി വെക്കണം. ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ അപ്പം ഉണ്ടാക്കുമ്പോൾ ഓരോ തവണ മാവ് നമ്മൾ അപ്പച്ചട്ടിയിലോട്ട് ഒഴിക്കുമ്പോഴും ഒരുപാട് തവണ ഇങ്ങനെ മാവിട്ട് ഇളക്കരുത്. അങ്ങനെ ഇളക്കുമ്പോഴാണ് ആ മാവ് താന്നു പോയിട്ട് അപ്പത്തിൻ്റെ സോഫ്റ്റ്നെസ് കുറയും. അതുകൊണ്ടാണ് ഈ അവസാനത്തെ അപ്പമൊക്കെ ആകുമ്പോഴത്തേക്ക് അപ്പത്തിന് ഒട്ടും സോഫ്റ്റ്നെസ് കിട്ടാതെ പോകുന്നത്. അപ്പച്ചട്ടി നന്നായിട്ട് ചൂടായതിന് ശേഷമാണ് ഞാൻ അതിലോട്ട് മാവ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതൊന്ന് ചുറ്റിച്ചെടുക്കാം. ഇനി അപ്പം ഒന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് തുറന്ന് നോക്കാം. ഇനി തുറന്നിട്ട് വേണം ഇതൊന്ന് മൊരിച്ചെടുക്കാനാണ്. ഇതിപ്പം മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി അപ്പം അപ്പച്ചട്ടിയിൽ നിന്ന് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതിപ്പോൾ ഞാനിവിടെ ഇരുമ്പിൻ്റെ അപ്പച്ചട്ടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതുപോലെ ഇരുമ്പിൻ്റെ അപ്പച്ചട്ടിയാണെങ്കിൽ അപ്പം നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടും. അതുപോലെ ബാക്കിയുള്ള അപ്പവും ചുട്ടെടുക്കാം. ഇനി ഇതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കാം. ഇത് നല്ല സോഫ്റ്റായിട്ടുള്ള അപ്പമാണ്. പിന്നെ ഇതിൽ സോഡാപ്പൊടി ഒന്നും ചേർക്കുന്നില്ല. ആ 1/4 ടീസ്പൂൺ ഈസ്റ്റ് മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇതിനകത്ത് സോഡാപ്പൊടി ചേർക്കേണ്ട ഒരു ആവശ്യവും ഇല്ല.
ഈ രീതിയിൽ അപ്പം ഉണ്ടാക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതുപോലെ നല്ല മൊരിഞ്ഞ അപ്പം കിട്ടും. നിങ്ങൾ ഇതുപോലെ അല്ല അപ്പം ഉണ്ടാക്കുന്നതെങ്കിൽ ഈ രീതി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീണ്ടും നല്ലൊരു റെസിപ്പിയുമായി കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ഹന്നാസ് റെസിപ്പീസ്.